കോഴിക്കോട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ളുഹറിന്റെ സമയപ്പോൾ ഒരു പള്ളി കയറി. അവിടെ ഉണ്ട് ഒരു മനോഹരമായ ബോർഡ്, ജമാഅത്തിനും അല്ലാത്തപ്പോഴും ഫാൻ ഉപയോഗിക്കാവുന്നതാണ്. ജമാഅത്തിനെ ഫാൻ ഉപയോഗിക്കാവൂ എന്ന് പറയുന്ന ചില ബോർഡുകൾ ഭീഷണി. വേറെ ചിലയിടത്ത് പള്ളീന്റെ കുറച്ച് ആൾക്കാരുണ്ടാവും, അതുപോലെ ഏതെങ്കിലും ഒരു സാധു ഫാൻ ഇട്ട അപ്പം ഒന്നോട് ഓഫാക്കും. ഒരു മഹല്ല് എന്ന് പറഞ്ഞ ഒരാളാണോ? എല്ലാവരും കൂടി 3-4 ഫോണുണ്ട്. ആ ഫോണ് ജീവസുറ്റതായി നിലനിൽക്കാൻ എല്ലാ മാസവും എത്ര രൂപ അടക്കുന്നുണ്ട്? പള്ളിയുടെ വിശുദ്ധിയും പള്ളിയുടെ സംവിധാനങ്ങളും റെഡിയാക്കാൻ വേണ്ടി കുറച്ച് പണം കൂടുതൽ മഹല്ല് നിവാസികളിൽ നിന്ന് മേടിച്ച് സൗകര്യങ്ങൾ ചെയ്യുന്നതിൽ എന്താ ഒരു തകരാറുള്ളത്? നന്നായിട്ട് വേനലിൽ നന്നായിട്ട് ചൂടുള്ള സമയത്ത് ഒരാൾ ഒറ്റക്കായി പോയി, അല്ലെങ്കിൽ ഔദ്യോഗിക ജമാഅത്തല്ല, ഒരു സംഘം വന്നു, ഒരു കാറിൽ ഒരു 5 പേര് വന്നു, ഒരാൾ ഇമാമെന്ന് 4 ആൾ ഇമാമുമായി നിസ്കരിക്കുകയാണ്, ഔദ്യോഗിക ജമാഅത്തല്ല, ഫാൻ ഇടാൻ പറ്റൂല നിയമം. ഫാൻ എന്തിനാണ്? മനുഷ്യന് സന്തോഷം ഉണ്ടാവാനാണ്, നിസ്കാരത്തിൽ ഒരു ഏകാഗ്രത കിട്ടാനാണ്. ചൂടും പുകയായിട്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ ആ മാലിന്യ കമ്മിറ്റിക്കാർ എഴുതി വെച്ചിരിക്കുന്നു, ജമാഅത്തിനും അല്ലാത്തപ്പോഴും ആവശ്യമെങ്കിൽ ഫാൻ ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് എനിക്ക് തോന്നുന്നത്.